ാൻ സുഹൃത്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ്. ചിത്രപ്രിയയുടെ മരണകാരണം തലക്കേറ്റ ഗുരുതര പരിക്കെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെന്നു. വിഷ്ണു, അതിക്രൂരമായ മർദ്ദനമാണ് ചിത്രപ്രിയ നേരിട്ടതെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എപ്പോൾ കൊല്ലപ്പെട്ടെന്ന കാര്യത്തിൽ ഒരു നിഗമനം വന്നിട്ടുണ്ടോ? 3 ദിവസം മുമ്പ് കാണാതായതാണ്, ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹൈല്, അതിക്രൂരമായ മർദ്ദനമാണ് ചിത്രപ്രിയ നേരിട്ടതെന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഇൻക്വസ്റ്റ് നടപടിയിൽ ഒരു മുറിവാണ് തലയിൽ. ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടമോ സഹതാപമോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഇത്ര ചെറുപ്പത്തില് ഇങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നോ? സത്യം പറയാലോ, എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നേയില്ല. അയ്യോ, ആ ഒരു പെൺകുട്ടിക്ക് 19 വയസ്സിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു പോയല്ലോ, ജീവിതം നഷ്ടപ്പെട്ടല്ലോ, ജീവൻ നഷ്ടപ്പെട്ടല്ലോ, അങ്ങനെയുള്ള ഒരു ചിന്തയോ ഒരു സഹതാപമോ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്നല്ലേ, ആ ഒരു പെൺകുട്ടി ഇത് ഇരന്ന് വാങ്ങിയതാണ്. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ചിത്രപ്രിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഇരന്ന് വാങ്ങിയ മരണമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? അതായത് ഈ ഒരു പെൺകുട്ടി ആൺ സുഹൃത്താണ് കൊലപ്പെടുത്തിയതെന്ന്. ഈ ഒരു പെൺകുട്ടിയെ ആൺ സുഹൃത്ത് എന്നുള്ള ഈ ഒരു പദത്തിന് എന്താണ് ഇന്നത്തെ സമൂഹത്തില് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾക്കും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. നല്ലതായിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും പഠിച്ചും മുന്നോട്ട് വന്നിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഉണ്ടാകും, എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവരാണ് സുഹൃത്തുക്കൾ. അല്ലാതെ കണ്ട രീതിയില് നമ്മളെ കൊണ്ട് ചുറ്റി നടക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ പറയാ, അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം അനുസരിച്ച് വഴങ്ങിക്കൊടുത്താൽ മാത്രം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് സ്നേഹത്തോടെ കൂടെ നിർത്തുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ആൺ സുഹൃത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ? പ്രേമമാണ് പോലും, പ്രേമം. ഈ ഒരു പെൺകുട്ടി ഞായറാഴ്ച പുറത്തു പോകുന്ന ഈ ഒരു സമയം കണ്ടോ നിങ്ങൾ? CCTV ദൃശ്യങ്ങളിൽ ആ ഒരു സമയം നിങ്ങൾ കണ്ടിരുന്നോ? വെളുപ്പിന് 1:45 ആ ഒരു സമയം, നമ്മളെല്ലാവരും പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടി ആൺ സുഹൃത്തുമായിട്ട് കറങ്ങി നടക്കുകയാണ്. എന്താലേ, ആൺ സുഹൃത്തുമായിട്ട് കറങ്ങി നടക്കുന്ന ഒരു സമയമാണ് വെളുപ്പാങ്കാലം. ഇത് വെളുപ്പാങ്കാലം അല്ല നമ്മൾ പറയാ, അർദ്ധരാത്രി. അർദ്ധരാത്രി ആൺ സുഹൃത്തുമായിട്ട് കറങ്ങി നടക്കാൻ പോകുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കാമായിരുന്നു, അല്ലെ? ഇതൊക്കെ നമുക്ക് ഏത് നിമിഷവും സംഭവിക്കാം. കാരണം ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ജീവിതം എന്തോ ഒരു അലസഭാവത്തോടെ മുന്നോട്ട് നടക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും, ഇനി പെൺകുട്ടി എന്നല്ല ഏതൊരു മനുഷ്യനും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കുട്ടിയുടെ മരണത്തില് യാതൊരുവിധ സങ്കടവും തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ ഒരു അർദ്ധരാത്രി സമയത്ത് പോലും ഈ ഒരു പെൺകുട്ടി ആൺ സുഹൃത്തിനോട് കൂടി ബൈക്കില്, അതും മദ്യപിച്ചിട്ടാണ് ഇവര് പോയിരുന്നത് എന്നാണ് ഈ ഒരു ആൺകുട്ടി പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി. മദ്യപിച്ചിരുന്നു, ഞാനും അവളും മദ്യപിച്ചിരുന്നു എന്നുള്ളത്. അതുപോട്ടെ, അത് അവരുടെ കാര്യം. ഈ ഒരു പേരൻസ് എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? അതായത് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇപ്പം ഈ ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ പോകുകയാണെങ്കിൽ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ഒന്നും ആയിരിക്കില്ല. ഇതിനു മുമ്പും പല തവണയും ഇങ്ങനെ നടന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ നടപ്പ് എങ്ങനെയാണ്? ഇനിയിപ്പം പഠിക്കുകയാണെങ്കിൽ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും രക്ഷിതാക്കൾ അന്വേഷിക്കണമായിരുന്നു തന്റെ കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവിടെയുള്ള തന്റെ കുട്ടിയുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പേരൻസ് അന്വേഷിക്കണമായിരുന്നു. അല്ലാതെ അവർക്ക് ക്യാഷ് വേണ്ട സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണ്ട സമയത്ത് മാത്രം അവർക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രം സാധിച്ചു കൊടുത്ത്, ഞങ്ങളുടെ കടമ കഴിഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, പൈസകളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രം പോരാ. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ പഠിപ്പിക്കാൻ വിടുക മാത്രം ചെയ്താൽ പോരാ.
ആ ഒരു പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു 19 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിതം വഴി തെറ്റാവുന്നതും, അതായത് ക്യൂരിയോസിറ്റി, അതായത് ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക, ജീവിതങ്ങളിൽ പല പല റിലേഷൻഷിപ്സും ഒക്കെ വരുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മൾ ഒരു ചെറിയ കുട്ടിയെ നോക്കിയിരുന്നത് പോലെ തന്നെ വേണം നമ്മുടെ മക്കളെ നോക്കാനായിട്ട്. കാരണം മനസ്സിൽ ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും വരുന്നൊരു സമയമാണ്. അവർക്ക് അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമയം കൂടിയാണിത്, അല്ലെ? നമ്മളെല്ലാവരും ഈ ഒരു പ്രായം കടന്നു തന്നെയാണ് വരുന്നത്. അതായത് ഒരു 15 വയസ്സ് മുതൽ ഒരു 24-25 വയസ്സ് വരെ എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അധികമായിട്ട് ശരീരത്തിൽ അനുഭവപ്പെടുന്ന കാലമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരേത് രീതിയിൽ വേണമെങ്കിലും ഏത് കുഴിയിൽ വേണമെങ്കിലും പോയി ചാടാവുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണോ ശ്രദ്ധിച്ച് നോക്കുന്നത് അതുപോലെ ശ്രദ്ധിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് നമ്മുടെ മാതാപിതാക്കൾ അങ്ങോട്ട് ഉപദേശിക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സൊന്നും ഇല്ല അവർക്ക്. പക്ഷെ എങ്കിലും നമ്മൾ അറിയണം, നമുക്ക് അറിയാലോ ആ ഒരു കുട്ടിയുടെ വികാരങ്ങളും വിചാരങ്ങളും ഏതൊരറ്റം വരെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് ഏകദേശം ഒരു കണക്കൂട്ടിലും മാതാപിതാക്കൾക്ക് ഉണ്ടാവുമല്ലോ. സോ അതിലൂടെ നോക്കണമായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രപ്രിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കള് വളരെയധികം തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കുട്ടി ഇങ്ങനെ അർദ്ധരാത്രി വരെ കറങ്ങി നടക്കുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്താണെന്ന് അവർ അന്വേഷിച്ചേ ഇല്ല. അത് ഈ ഒരു മാതാപിതാക്കളുടെ ഭാഗത്ത് വന്നിട്ടുള്ള വലിയൊരു വീഴ്ച തന്നെയാണ്. അതും പോരാഞ്ഞിട്ട് ഈ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളോടാണ് പറയാനുള്ളത്, കലിപ്പനും കാന്താരിയും ഒരു ട്രെൻഡാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരു കുട്ടിയും ഉണ്ടാവില്ല, ഒരാളും തന്നെ ഉണ്ടാവില്ല. അതിൽ ഒരു സമയത്ത് കലിപ്പനും കാന്താരിയും ഭയങ്കര ട്രെൻഡായിരുന്നു. അതായത് പെൺകുട്ടി ഒന്ന് ഷാൾ ഇടാതെ വന്നാല് നീ എന്താ ഷാൾ ഇടാത്തെ എന്ന് ചോദിച്ചിട്ട് മോന്തയ്ക്ക് ഒരൊറ്റ അടി കലിപ്പൻ. അപ്പൊ കാന്താരി എന്ത് ചെയ്യും? ചിരിച്ചോണ്ട്, ഓ ഏട്ടായിക്ക് എന്തൊരു കെയറിങ്ങാ. ഇതാണ് കലിപ്പനും കാന്താരിയും. ഇങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഇതേപോലത്തെ ഒരു റിലേഷൻഷിപ്പില് അകപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നത് വരെ അവർക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ പോകെ ഈ ഒരു കലിപ്പന്റെ സ്വഭാവവും കാന്താരിയുടെ സ്വഭാവവും തമ്മിൽ അഡ്ജസ്റ്റ് ആവാതെ വരുമ്പം അവിടെ പല പല ആപത്തുകളും പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. കാരണം ആ ഒരു സമയത്ത് അതൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. കലിപ്പന്റെ കൂടെയും കാന്താരിന്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പിടിച്ചും തലോടിയും ഒക്കെയുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ഇത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് പ്രണയം എന്നതുകൊണ്ട് ഈ ഒരു യങ്സ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാകും, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല. പക്ഷെ മോസ്റ്റും ഇങ്ങനെ തന്നെയാണ്. സ്പർശന സുഖത്തിലൂടെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ തനിക്ക് കിട്ടി എന്നുള്ളൊരു ചിന്തയിലൂടെ പോകുന്ന കുറെ കാമുകന്മാരുണ്ട്. അതുപോലത്തെ ഒരു സെറ്റ് പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ചിത്രപ്രിയ എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം. നല്ല സ്വഭാവമുള്ള അല്ലെങ്കിൽ നല്ല നടപ്പുള്ള ഒരു കുട്ടിയായിരുന്നെങ്കിൽ അർദ്ധരാത്രി ഒരു ആൺകുട്ടിയുടെ കൂടെ ബൈക്കിൽ പോകില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, അല്ലെ? എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു പെൺകുട്ടിയെ നല്ല അടിപൊളിയായിട്ട് കല്ലുകൊണ്ട് തലക്കടിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത് സുഹൃത്ത്. ഇവരെയൊക്കെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റുമോ? കൊലപാതകി കൂടെ കൊണ്ടുപോയിട്ട് കൊന്നുകളഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെങ്കിലും സ്ത്രീകൾ എവിടെയും സുരക്ഷിതമല്ല എന്നുള്ളത് വീണ്ടും 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 തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീ ആയിക്കോട്ടെ സുരക്ഷിതമല്ല. താൻ അത്രയും ഏറെ സ്നേഹിച്ച് അത്രയും ഏറെ വിശ്വസിച്ച ഒരു ആണായതുകൊണ്ടല്ലേ ഈ ഒരു ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി അവനോടൊപ്പം ഇറങ്ങിപ്പോയത്. ആ ഒരു രാത്രിയില് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ്. പക്ഷെ അവൻ ചെയ്തതോ എന്തോ വാക്ക് തർക്കത്തിന്റെ മുകളില് കള്ളും കുടിച്ച് ബോധമില്ലാതെ അവളെ തലയ്ക്കടിച്ച് കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ ഒരു പെൺകുട്ടികളോട്, ചെറിയ ചെറിയ പെൺകുട്ടികളായിട്ടുള്ള ഈ ഒരു പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിലൊന്നും പോയി ചാടാതിരിക്കുക. ഇനിയിപ്പോ റിലേഷൻഷിപ്സിലാണെങ്കിൽ തന്റെ പങ്കാളിക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, ക്രൂരമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പതുക്കെ വെളിയിലേക്ക് വരാൻ ശ്രമിക്കുക. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഈ ഒരു ചിത്രപ്രിയക്ക് സംഭവിച്ചത് തന്നെ നിങ്ങൾക്കും സംഭവിക്കും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം മദ്യവും മയക്കുമരുന്നും ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാള് മനുഷ്യനായിരിക്കില്ല.
അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇയാൾ മൃഗതുല്യമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് നേരവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു അറ്റാക്ക് നമുക്കെതിരെ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കുക. അതായത് മൊബൈലൊന്നും ഉപയോഗിക്കാത്ത കുട്ടികളില്ല, ഉറപ്പുള്ള കാര്യമല്ലേ അത്. ഒരു കുട്ടിയില്ല മൊബൈലൊന്നും ഉപയോഗിക്കാത്ത കുട്ടികളില്ല. അവർക്ക് ഫുഡും വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിലും മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കുട്ടി പോലും ഈ ഒരു ലോകത്തെ കാണില്ല. അങ്ങനെ വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, തന്റെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നത്, ആരുടെയൊക്കെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കുക. മക്കളാണെങ്കിലും അവരൊരു വേറെ വ്യക്തിയാണ്. അവരുടെ ജീവിതത്തിൽ അങ്ങ് ഉള്ളിലേക്ക് ചെകഞ്ഞു നോക്കി പോകാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. കാരണം ചെറുപ്പം മുതൽ കണ്ടുവരുന്ന കുട്ടിയല്ലേ. അപ്പം അവളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റം മാറുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. അപ്പൊ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പഴി തെറ്റി പോവാണെങ്കിൽ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാനെങ്കിലും പറ്റിയാലോ. ജീവിതമല്ലേ. 19 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ജീവിതം ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല, ജീവിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ മരിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് കുറെ വൈകിട്ടാണ്. അതായത് ഞാൻ ജോലിക്ക് പോയിരിക്കുകയാണോ, തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയായിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലിൽ നിന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.